അഭിനയിച്ചിട്ടുണ്ടോ? റെസ്പോൺസാണ് കിട്ടുന്നത്. അപ്പൊ എങ്ങനെ തോന്നി തിയേറ്ററിൽ പടം കണ്ടപ്പോ? പടം കണ്ടപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ഫൈറ്റിലുപരി ഒരു ഫാമിലി ഫാമിലി ഡ്രാമയാണ്. എല്ലാവർക്കും പോയി കാണാം, എല്ലാവരും ഭയങ്കരമായിട്ട് പോയി കാണാം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അത് എന്തായാലും നിങ്ങൾക്ക് ഡൗൺ ആവും. ഫാമിലിക്കൊക്കെ കാണാൻ പറ്റാത്ത വയലൻസ് ഈ പടത്തിനുണ്ടോ? ഒന്നുമില്ല വയലൻസ്, ഒരു വയലൻസും ഇല്ല. പക്ക ഫാമിലിയാണ്, എല്ലാവർക്കും പോയി കാണാം, ധൈര്യമായിട്ട് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? കാരണം സിനിമയിൽ ഭാഗമാണെന്ന് പറഞ്ഞാൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ? എല്ലാവരും ഹാപ്പിയാണ്. എവിടെയും നമ്മൾ ഡിസപ്പോയിന്റ് ആയിട്ടില്ല. മാക്സിമം എഫേർട്ട് എടുത്തതിന്റെ ഒക്കെ റിസൾട്ട് ഉണ്ട്. എല്ലാവരും ഇൻഫർമേഷൻ നന്നായിട്ട് കാണിച്ചിട്ടുണ്ടോ മൂവി? തീർച്ചയായിട്ടും അതാണ് ആ ട്രാൻസ്ഫോർമേഷനിലെ യൂത്തിനും ഫാമിലിക്കും ഒരുപോലെ എന്റർടൈൻമെന്റ് ആണ് പടം. അങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത്. ചെയ്തു വെച്ചെല്ലാം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ട് എല്ലാവരുടെയും റിവ്യൂവും റിസൾട്ടും നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു ബോക്സിംഗ് മൂവിയിലുപരി കണക്ഷൻസ് ഒക്കെ ഉണ്ടോ? ഫാമിലി റിലേഷൻ, ലവ്, ഒരു ഫാമിലി ബോക്സിംഗ് എല്ലാം കണക്ട് ചെയ്തുകൊണ്ടുള്ള ഒരു മൂവിയാണ്. എല്ലാം ഉണ്ട് ഇതിനകത്ത്. കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആണ്. പടം അടിപൊളിയായിട്ട് ലക്ഷ്മിയുടെ ഒരു കിന്നലിറ്റി അടിപൊളി ഒരു പടമാണ്. എല്ലാവരും കാണണം, ഫാമിലീസിൽ കാണാൻ പറ്റിയ ഒരു നല്ലൊരു പടമാണ്. പിന്നെ ഒരു ഇന്റർനാഷണൽ ഒരു ബോക്സിംഗ് ആണ്. നമ്മൾ RDX ഒക്കെ കണ്ടിട്ടുണ്ട്. അതല്ലാതെ വേറൊരു ടൈപ്പ് ഒരു ബോക്സിംഗ് ആണ് ഇതിൽ കാണിച്ചത്. BGM ഒക്കെ ആണെങ്കിൽ മേക്കിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ട് കാണും. എല്ലാവരും കാണണം. എങ്ങനെയുണ്ട്? പേര് പറയും. എങ്ങനെയുണ്ട്? അടിപൊളി പടം. ഇടി മാത്രമേ ഉള്ളൂ? അതോ അല്ലല്ല, വെരി ഇറ്റ്സ് എ ഫാമിലി ഡ്രാമ ബട്ട് ലോട്ട് ഓഫ് ഫൈറ്റിംഗ്. വെരി നൈസ്. പെപ്പയുടെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ പടത്തില് ട്രാൻസ്ഫോർമേഷൻ, ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ. പെപ്പയുടെ യങ്ങർ സെൽഫ് നമുക്ക് മനസ്സിലാവുന്ന പോലുമില്ല. ആൻഡ് ഓൾസോ ഈ സിനിമയിൽ എബി വാടക്കിന് അഭിനയിച്ചിട്ടുണ്ട്. കരിക്കിലൊക്കെ വന്ന് അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഈ പെപ്പയുടെ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഒരുപാട് തടിയൊക്കെ കുറച്ചിട്ടുണ്ടോ? കണ്ട് മനസ്സിലാകത്തില്ല ഇടയ്ക്ക് വെച്ചിട്ട്. അവിടെ പഴയ അഞ്ചിനെ തിരിച്ചു വന്നേക്കുന്നത്. ഓ, അപ്പൊ കാണാൻ കുറെ ഉണ്ടല്ലോ ഈ പടത്തില്. കാണാൻ കുറെ. അപ്പൊ ഈ പടം കാണാത്ത ഒരാൾക്ക് എങ്ങനെയായിരിക്കും ഇവിടെ റെക്കമെൻഡ് ചെയ്യാം? പോയി കാണണം, എല്ലാവരും പോയി കാണണം. ഓക്കെ, താങ്ക് യു. ട്രാൻസ്ഫോർമേഷൻ ഇസ് ടു ഗുഡ്. പ്രതീക്ഷിച്ചു വന്നോ അത് കിട്ടി എന്ന് പറയാം. കാരണം അത്രയും നല്ലൊരു ബോക്സിംഗ് ആണെങ്കിലും ഒരു ഫാമിലി ത്രില്ലർ ആണെങ്കിലും എല്ലാം കൊണ്ടും നല്ല അടിപൊളി മൂവിയാണ്. ഒട്ടും ലാഗില്ലാതെ അവസാനം വരെ നമ്മളെ കൊണ്ടുവരും. അടിപൊളി മൂവിയാണ്. കാരണം ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് മൂവി തന്നെ. സൂപ്പർ ജപ്പാൻ്റെ നല്ല ബോക്സിംഗ് എല്ലാം കൊണ്ടും നമുക്ക് എന്തായിരുന്നു കിട്ടിയിരുന്നു. അത് ഒട്ടും ലാഗില്ല. നല്ല പടം, നല്ല ഒരു ഫാമിലി. ഓരോ കഥാപാത്രങ്ങളായാലും സൈനികർക്കാണെങ്കിലും അതിലെ നായിക ലിജിമോളാണെങ്കിലും എല്ലാവരും അതിൻ്റെതായ രീതിയിൽ ഓരോരുത്തരുടെ കഥാപാത്രം ബെറ്ററാക്കി മെച്ചപ്പെടുത്തിയിരുന്നു ഓരോ ലെവലിൽ. എപ്പോഴാണെങ്കിലും ആ ഒരു ലെവൽ നല്ല അടിപൊളിയായിരുന്നു. അവസാനം പടം നമുക്ക് നല്ലൊരു ത്രില്ലാണ്. നല്ലൊരു ത്രില്ല്, സൂപ്പർ. ഒരു രക്ഷയില്ല, ഒരു ലാഗും ഇല്ലാതെ നല്ല അടിപൊളിയായിരുന്നു.